ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്, ഡയഗ്നോസ്റ്റിക് മൈക്രോബയോളജി. അപ്പോൾ നമ്മൾ OJTക്കൊക്കെ പോയ സമയത്ത് മൈക്രോബയോളജി ലാബ് എന്താണ്, അവിടെ നടക്കുന്ന വർക്ക്സ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതായത് മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് മൈക്രോബയോളജി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അസുഖകാരികളായിട്ടുള്ള രോഗാണുക്കളെ കുറിച്ചിട്ടുള്ള ഒരു പഠനശാഖയാണ് മൈക്രോബയോളജി. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ഭാഗത്തിൽ മൈക്രോബയോളജി ലാബിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ഇൻസ്ട്രുമെൻ്റാണ് ഹോട്ട് എയർ ഓവൻ. അപ്പോൾ ഹോട്ട് എയർ ഓവൻ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ മൈക്രോബയോളജിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റെറിലൈസേഷൻ എന്ന ആ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് എക്യുപ്മെൻറ്റും നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ഏതൊരു ഇൻസ്ട്രുമെൻറ്റും എന്തായിരിക്കണം, സ്റ്റെറൈലായിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സാണ്, മെഷീൻസാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത്. സോ ഹോട്ട് എയർ ഓവൻ കൺസിസ്റ്റ് ഓഫ് എ ഡബിൾ വാൾഡ് ചേംബർ വിച്ച് ഈസ് വെൽ ഇൻസുലേറ്റഡ് ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾ. ദിസ് ഈസ് എ ഡബിൾ വാൾഡ് ചേംബർ. The walls of the hot air oven is fitted with heating element which can be heated electrically. ഇതിന് ഒരു ഹീറ്റിംഗ് എലിമെൻ്റ് ഉണ്ട്. ആ ഹീറ്റിംഗ് എലിമെൻ്റ് ആണ് ചൂടാവുന്നത്, ഇലക്ട്രിക്കലി ആണ് അത് ഹീറ്റ് ചെയ്യുന്നത്. ദർ ഇസ് എ ഫാൻ ഇൻസൈഡ് ടു ഫെസിലിറ്റേറ്റ് ദ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹീറ്റ്. ഈ ചൂട്, ഈ ഉണ്ടാകുന്ന ഹീറ്റ് ചേംബറിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കാനായി അതിൻ്റെ ഉള്ളിലൊരു ഫാൻ ഉണ്ട്. കൂടാതെ ദർ ഇസ് എ തെർമോസ്റ്റാറ്റ് which facilitate the uniform temperature inside the chamber. ഈ ചേംബറിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിലുള്ള ചൂട് നിലനിർത്താനായിട്ട് തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കൂടി ഹോട്ട് എയർ ഓവനിൽ ഉണ്ട്. ഇറ്റ് മെയിൻറ്റെയിൻ എ ടെമ്പറേച്ചർ ബിറ്റ്വീൻ 50 to 300 ഡിഗ്രി സെൽഷ്യസ്. ഇത്രയും 50 to 300 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ, ക്രമീകരിക്കാൻ വേണ്ടി ഓവൻ്റെ അകത്ത് നമുക്ക് പറ്റും. സാധാരണയായിട്ട് സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുമ്പം 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 ഹവറാണ് നമ്മൾ അത് കീപ്പ് ചെയ്യുക. അത്രയാണ് അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു ലേബിൾഡ് ഡയഗ്രമാണിത്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതിലൊരു തെർമോമീറ്റർ ഉണ്ടാവും. തെർമോമീറ്റർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് പുറത്ത് നിന്ന് തന്നെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു ഡബിൾ വാൾഡ് ചേംബറാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സാമ്പിൾസ് വെക്കാൻ വേണ്ടി ട്രേസ് ഉണ്ട്. ഈ ട്രേസ് എങ്ങനെയാണ്, പെർഫറേറ്റഡ് ആണ്, ദ്വാരങ്ങളുണ്ട് ട്രേസിന്. ഈ ദ്വാരങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ ഈ ഹീറ്റഡ് എയർ എല്ലാ ഭാഗത്തു നിന്നും, ഈ ചേംബറിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഈ പെർഫറേഷൻസ്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട നോബ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു മെയിൻ ഓഫ് ഓൺ സ്വിച്ച് ഉണ്ടാവും. പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ നോബ്, ഇത് വെച്ചാണ് നമ്മൾ തെർമോസ്റ്റാറ്റിൻ്റെ ടെമ്പറേച്ചർ ക്രമീകരിക്കുന്നത്. പിന്നെ ഒരു ടൈമർ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്വിച്ചസ്. ഇങ്ങനെയാണ് അത് പുറത്തു നിന്ന് ലാബിൽ നമുക്ക് നോക്കുമ്പം ഇങ്ങനെയാണ് ഹോട്ട് എയർ ഓവൻ കാണാൻ ഉണ്ടാവും. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടുള്ള പാർട്ടാണ് ഇത്. അത് തുറന്നാൽ എങ്ങനെയാണ് കാണുക, അതുപോലെയാണ് ഇത്. ഇനി എങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഗ്ലാസ് വെയർസ് ടു ബി സ്റ്റെറിലൈസ്ഡ് ആർ ഡ്രൈഡ് ആൻഡ് റാപ്ഡ് ഇൻ ക്രാഫ്റ്റ് പേപ്പർ. ഏത് ഗ്ലാസ് വെയർ ആണോ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് അത് നമ്മൾ നന്നായി കഴുകി ഉണക്കി ഡ്രൈ ചെയ്തതിന് ശേഷം ക്രാഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞാണ് നമ്മൾ ഹോട്ട് എയർ ഓവൻ്റെ അകത്ത് നമ്മൾ വെക്കുന്നത്. The materials to be sterilized are placed in shelves with space in between. അതായത് ഇത് അടുക്കി അതിൻ്റെ ഇടയിൽ സ്പേസ് ഉള്ള രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് ക്രമീകരിക്കാൻ. കാരണം എല്ലാ ഭാഗത്തും ഈ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഐറ്റമിൻ്റെ എല്ലാ ഭാഗത്തും ഈ ചൂടായ വായു കിട്ടാൻ വേണ്ടി, വായുസഞ്ചാരം എത്താൻ വേണ്ടി അതിൻ്റെ ഇടയിൽ സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. പ്ലഗ് ദ വയർ ആൻഡ് സ്വിച്ച് ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ്. അത് വയർ പ്ലഗ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്യാം. എന്നിട്ട് തെർമോസ്റ്റാറ്റ് വെച്ച് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക. 160 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ ആ ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് ബട്ടൺ നോബ് തിരിച്ചു വയ്ക്കുക. അത് 1 ഹവറാണ് അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ്.
അപ്പോൾ 1 hour കഴിഞ്ഞതിന് ശേഷം ഇത് സ്വിച്ച് ഓഫ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സ്വിച്ച് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് അലൗഡ് ടു കൂൾ. അത് സ്വിച്ച് ഓഫ് ചെയ്ത് അതേ സമയം നമ്മൾ അത് ഓപ്പൺ ചെയ്യരുത്. അത് തണുത്തതിന് ശേഷം മാത്രമേ അത് തുറക്കാവൂ. ഓപ്പൺ ദ ഡോർ ആൻഡ് റിമൂവ് ദ സ്റ്റെറിലൈസ്ഡ് ഐറ്റംസ്. അതിന് നമുക്ക് സ്റ്റെറിലൈസ്ഡ് ഐറ്റം മാറ്റി വയ്ക്കാവുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട യൂസസ്: യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് ടെസ്റ്റ് ട്യൂബ്സ്, ഫ്ലാസ്ക്, പിപ്പറ്റ്സ്, പെട്രി ഡിഷസ് എക്സെട്ര. ഗ്ലാസ് വെയർസിൻ്റെ സ്റ്റെറിലൈസേഷനാണ് പ്രധാനമായിട്ടും ഹോട്ട് എയർ ഓവൻ ഉപയോഗിക്കുന്നത്. ഓൾസോ യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് ലിക്വിഡ് പാരഫിൻ, ഫാറ്റ്, ഗ്രീസ് എക്സെട്ര. ഈ ഒരു ഭാഗം കൂടി സ്റ്റെറിലൈസ് ചെയ്യാൻ ലിക്വിഡ് പാരഫിൻ, ഫാറ്റ്, ഗ്രീസ് ഇങ്ങനെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് കൂടി സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഹോട്ട് എയർ ഓവൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഇൻസ്ട്രുമെൻ്റാണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനാണ്. ഹോട്ട് എയർ ഓവൻ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആയിരുന്നെങ്കിൽ ഓട്ടോക്ലേവ് മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനാണ്. മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ദ എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബോയിൽസ് വെൻ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വേപ്പർ പ്രഷർ, ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എപ്പോഴാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുന്നത് അപ്പോഴാണ് ഒരു ദ്രാവകം ബോയിൽ ചെയ്യുന്നത്. നോർമൽ പ്രഷറിലാണെങ്കിൽ വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷേ ക്ലോസ്ഡ് ചേംബറിൽ വെൻ പ്രഷർ ഇസ് ഹൈ, ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ബോയിൽസ് ഓൾസോ ഇൻക്രീസസ്. അതായത് പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ബോയിൽസ്, വെള്ളം തിളയ്ക്കാനുള്ള താപനിലയും ഉയർന്നിരിക്കും. ദസ് വിച്ച് അച്ചീവ് എ ഹയർ ടെമ്പറേച്ചർ ഫോർ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഓട്ടോക്ലേവിൻ്റെ സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ 121 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത് 100 ഡിഗ്രീനേക്കാളും മുകളിലാണ് അല്ലേ. 121 degree Celsius. The saturated steam condenses to the cooler surface. Thus, latent heat of condensation kills the microbes. ഈ സാച്ചുറേറ്റഡ് സ്റ്റീം ക്ലോസ്ഡ് ആയതുകൊണ്ട് അത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ലിഡിൽ വന്ന് കണ്ടൻസ് ചെയ്യുമ്പം, കൂളർ സർഫസിൽ വന്ന് കണ്ടൻസ് ചെയ്യുമ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ വഴി ഇത് മൈക്രോബ്സിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെ എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ദ ലബോറട്ടറി ഓട്ടോക്ലേവ് കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ടർ ഓഫ് ഗൺ മെറ്റൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ ഗൺ മെറ്റലാണ് ഇൻ എ സപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക്. It has a lid which is closed by screw clamps and fitted with a gasket to make air tight. അതിനൊരു ലിഡ് ഉണ്ടാവും. ലിഡ് സ്ക്രൂ ക്ലാമ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊരു ഗ്യാസ്കറ്റ് ഉണ്ടാവും, അത് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി. അറ്റ് ദ ടോപ്പ് ദർ ഇസ് എ ഡിസ്ചാർജ് ടാപ്പ്, സേഫ്റ്റി വാൾവ് ആൻഡ് പ്രഷർ ഗേജ്. ഹീറ്റിംഗ് ക്യാൻ ബി ഡൺ ബൈ ഗ്യാസ് ഓർ ഇലക്ട്രിസിറ്റി. It also contains a perforated tray in which articles to be sterilized are kept. ഈ ഓട്ടോക്ലേവിൻ്റെ എക്യുപ്മെൻറ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ മനസ്സിൽ ചിന്തിക്കുക. പ്രഷർ കുക്കറിൻ്റെ അതേ പ്രിൻസിപ്പിളാണ് ഇവിടെ ഓട്ടോക്ലേവിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൊന്നും ആദ്യം മനസ്സിൽ കാണുക. അതിനൊരു പാത്രമാണ് അല്ലേ, അതിനൊരു ലിഡും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് എന്തിനും ഉണ്ടാവുക, ഓട്ടോക്ലേവിനും ഉണ്ടാവുക. അതിൻ്റെ മുകളിൽ, ആ ലിഡിൻ്റെ മുകളിൽ കുറച്ച് ഭാഗങ്ങൾ അധികം ഉണ്ടെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു വ്യത്യാസം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, പ്രഷർ കുക്കർ വേവിക്കുന്ന സമയത്ത് ആദ്യം നമ്മളതിൽ വെള്ളം നിറയ്ക്കുന്നു, നമ്മൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ അതിലിടുന്നു. അതിനുശേഷം അതിൻ്റെ ലിഡ് നമ്മൾ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യുന്നു. അതിനൊരു ഗ്യാസ്കറ്റ് ഉണ്ട്, ഒരു വാഷറുണ്ട് അല്ലേ. ആ ഗ്യാസ്കറ്റ് എന്തിനാണ്, ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിൻ്റെ ഫ്രീ സ്റ്റീം പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വെയിറ്റ് അതിൻ്റെ ആ പോർട്ടിൽ നമ്മൾ വെച്ച് അതിൻ്റെ അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷറും
ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലോസ്ഡ് ചേംബർ ആയപ്പോൾ ക്ലോസ്ഡ് ചേംബർ ആയ സമയത്ത് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ പ്രഷർ വിൽ ഓൾസോ ഇൻക്രീസ് ഇൻസൈഡ് ദ ചേംബർ. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ അതിൻ്റെ ഫസ്റ്റ് വിസിൽ വരുന്നത്, അപ്പോൾ ആ ഒരു സമയം വെച്ചാണ് നമ്മൾ കുക്കിങ്ങിന് വേണ്ട എത്ര സമയം എന്ന് നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ ഓട്ടോക്ലേവിൽ പറഞ്ഞ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഹോൾഡിംഗ് പീരീഡ്, അതായത് 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് ആണ്. അപ്പോൾ 15 മിനിറ്റ്സ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അത് മാനുവൽ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ്സ് ഫസ്റ്റ് വിസിലിന് ശേഷം 15 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി റെഗുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് ഓഫാവും, അത് സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ അതായത് ഒരു പ്രഷർ കുക്കറിൻ്റെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഓട്ടോക്ലേവിൽ ഉള്ളത് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിൽ ആലോചിക്കുക. ഇതാണ് നോർമലി ഒരു ഓട്ടോക്ലേവിൻ്റെ പിക്ചർ. ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രഷർ കുക്കറിൻ്റെ മോഡലിൽ തന്നെയാണ്, കുറച്ചുകൂടെ വലുതായിരിക്കുന്നു മാത്രം. ഇതിന് ഏകദേശം ഒരു 45 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ 75 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉണ്ടാവും. ഒരു വലിയ ചേംബറാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും, അല്ലെങ്കിൽ അത് ഗൺമെറ്റൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ചേംബറാണ്. പിന്നെ അതിനൊരു ലിഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ ലിഡിൻ്റെ മുകളിൽ ഒരു പ്രഷർ ഗേജ് ഉണ്ട്. ഈ പ്രഷർ ഗേജിൻ്റെ ഉള്ളിൽ വെച്ചാണ് നമ്മൾ എത്രയാണ് അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ എന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ സേഫ്റ്റി വാൽവ് ഉണ്ട്, പ്രഷർ റെഗുലേറ്റിംഗ് ഡിവൈസ് ഉണ്ട്. പിന്നെ ഇത്രയാണ്, അതിനൊരു ബോഡി ഉണ്ട്. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ്. ഇത് ഇലക്ട്രിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുകൊണ്ട് ഇതിലേക്കൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കലി അത് കണക്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ദ സിലിണ്ടർ ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു ദ ലെവൽ ഓഫ് പെർഫറേറ്റഡ് ട്രേ. അത് ഉള്ളിലാണ് ഈ വെസലിൻ്റെ, അതായത് ഈ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത്. അതിൻ്റെ അകത്തൊരു പെർഫറേറ്റഡ് ട്രേ ഉണ്ട്, ആ ലെവൽ വരെ നമ്മൾ വെള്ളം നിറയ്ക്കും. അതിനുശേഷം ഈ ട്രേയുടെ മുകളിലാണ് മെറ്റീരിയൽ ടു ബി സ്റ്റെറിലൈസ്ഡ് ആർ പ്ലേസ്ഡ്. ദ ലിഡ് ഇസ് ക്ലോസ്ഡ് ആൻഡ് ഡിസ്ചാർജ് ടാപ്പ് ഇസ് ഓപ്പൺ. അതിനുശേഷം എന്ത് ചെയ്യുക, ഓട്ടോക്ലേവ് ഇസ് ഹീറ്റഡ് ആൻഡ് when steam air mixture is allowed to escape through the air discharge tap till the air has been replaced. അതായത് നമ്മൾ കുക്കറിൻ്റെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആലോചിക്കുക. നമ്മൾ ആദ്യം വെള്ളം നിറയ്ക്കുന്നു, അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഇടുന്നു, ലിഡ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ആദ്യം എന്താ ചെയ്യുക, വാട്ടർ വേപ്പർ മിക്സ്ചർ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. അത് നല്ല ഫ്രീ സ്റ്റീം വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ ഓട്ടോക്ലേവിൽ നമ്മൾ വെള്ളം നിറച്ചതിന് ശേഷം ആ ട്രേ അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. ട്രേയുടെ മുകളിൽ നമ്മൾ ഏത് മെറ്റീരിയലാണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് അത് കീപ്പ് ചെയ്യുന്നു. അതിനുശേഷം ലിഡ് ക്ലോസ് ചെയ്യും. ലിഡ് ക്ലോസ് ചെയ്ത് സ്റ്റീം എയർ മിക്സ്ചറിനെ അത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അനുവദിക്കും. എന്നിട്ട് കറക്റ്റ് എയർ എപ്പോഴാണോ വരുന്നത് അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ടാപ്പ് ക്ലോസ് ചെയ്യും. Okay, the tap is closed and pressure gauge is noted for increase in pressure. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ടാപ്പ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ പ്രഷർ ഇതിൻ്റെ ഉള്ളിൽ കൂടാൻ തുടങ്ങും. when pressure reaches to the desired level the safety valve opens and excess steam escapes. എപ്പോഴാണോ അത് 121 ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ പ്രഷർ വാൽവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് 121 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴാണോ അച്ചീവ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും, അത് കൂടുമ്പം അതിന്ന് സേഫ്റ്റി വാൽവ് ഓപ്പൺ ആവുകയും കൂടുതൽ പ്രഷർ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഫ്രം ദിസ് പോയിൻറ്റ് ദ ഹോൾഡിംഗ് പീരീഡ് ഇസ് കാൽക്കുലേറ്റഡ്. അതായത് 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഹോൾഡിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് ഹീറ്റർ എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക. അതായത് ഇൻസ്ട്രുമെൻറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുക. ആൻഡ് ഓട്ടോക്ലേവ് ഇസ് അലൗഡ് ടു കൂൾ ടിൽ ദ പ്രഷർ
പ്രഷർ ഗേജ് ഇൻഡിക്കേറ്റ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് പ്രഷർ ഗേജ് ഇപ്പോൾ നിൽക്കുന്നത് 121 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഇൻസ്ട്രുമെൻറ്റ് ഓൺ ആവുന്ന സമയത്ത് അല്ലേ. ഇത് ഓഫ് ചെയ്ത് അപ്പോൾ എന്ത് ചെയ്യും, പ്രഷർ കുറയാൻ തുടങ്ങും. കുറഞ്ഞ് അത് 0 ശേഷം മാത്രമേ നമ്മളത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് മോഡൽസ്. ഓട്ടോക്ലേവിൻ്റെ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മോഡൽസാണ്. ഹൊറിസോണ്ടൽ മോഡലുണ്ട്, ഇത് ഹൊറിസോണ്ടൽ മോഡലാണ്, ഇത് വെർട്ടിക്കൽ മോഡലാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. അതിൻ്റെ യൂസസ് എന്താണ്? യൂസ്ഡ് ഫോർ ദ സ്റ്റെറിലൈസേഷൻ ഓഫ് കൾച്ചർ മീഡിയ, ഗ്ലാസ് വെയർസ്, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഡ്രസ്സിങ് മെറ്റീരിയൽസ് എക്സെട്ര. അതായത് കൾച്ചർ മീഡിയ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് ഓട്ടോക്ലേവിൻ്റെ പ്രധാനപ്പെട്ട യൂസ്. കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗ്ലാസ് വെയർസ് സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാം, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാം, ഡ്രസ്സിങ് മെറ്റീരിയൽസ് സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ ഓട്ടോക്ലേവ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.